ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി വിജിലൻസ് കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിലേക്ക് മാറ്റി അഴിമതി നിരോധന കുറ്റം ചുമത്തിയതിലാണ് നടപടി. ബിനിൽ അറസ്റ്റ് നേരത്തെ തടഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താണ്? വിജിലൻസ് കോടതിയിലേക്ക് അതിന്റെ ബെഞ്ചിലേക്ക് കേസുകൾ മാറ്റാനുള്ള സാഹചര്യം. പ്രതീക്ഷ, ഈ കേസിൽ പിന്നീടാണ് അഴിമതി നിരോധന നിയമം കൂടി ചുമത്തിയത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. വിജിലൻസ് കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിലേക്ക് മാറ്റിയത്. കാരണം ഹൈക്കോടതിക്ക് കൃത്യമായ ഒരു റോസ്റ്റർ സംവിധാനമുണ്ട്. അപ്പോൾ ആ കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിലേക്ക് തന്നെ പോകട്ടെ എന്നതായിരുന്നു ഇന്ന് ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ചിന്റെ തീരുമാനം. നേരത്തെ ഹൈക്കോടതി ജയശ്രീയുടെ അറസ്റ്റ് വിലക്കിയിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യും. ഏറ്റവും അടുത്ത ദിവസം, ഒന്നെങ്കിൽ നാളെ തന്നെ ജയശ്രീയുടെ ഹർജി വിജിലൻസ് കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയാണുള്ളത്. അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ശ്രീകുമാറിന്റെ ഹർജി കൂടി, മുൻകൂർ ജാമ്യ ഹർജി കൂടി ഹൈക്കോടതിയിൽ നേരത്തെ എത്തിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയാണ് ഇപ്പോൾ മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് ആണ്. സ്വാഭാവികമായും ആ റോസ്റ്റർ പ്രകാരം അത് ഈ വിജിലൻസ് കേസുകൾ, PC ആക്ടുകൾ കേസുന്ന ബെഞ്ചിലേക്ക് തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റിസ് A ബദറുദ്ദീൻ ആയിരിക്കും ഇനി ഈ മുൻകൂർ ജാമ്യ ഹർജികൾ പരിഗണിക്കാൻ പോകുന്നത്. ശരി ബിനിൽ.